രാവിലെയൊക്കെ ആയപ്പോൾ ഇതാണ് ഒരു മനോഹരമായ കാഴ്ച. പക്ഷെ ആ മനോഹരമായ കാഴ്ചയുടെ പിന്നിലുണ്ട് ഒരുപാട് കഷ്ടപ്പാട്. ജാക്കറ്റും ഗ്ലൗസും ഷൂസും ഒക്കെ ആയിട്ടുള്ള പുറത്തുള്ള പോക്കെന്ന് പറയുന്നത് അയ്യോ. പക്ഷേ ഇതൊന്നും ബാധകമല്ല. അവന് സ്നോ കണ്ടതിന് സന്തോഷമാണ് അവൻ്റെ മുഖത്ത് ഫുള്ള്. കാഴ്ചകളൊക്കെ കണ്ട് സാറ് പോകുന്ന അവൻ്റെ കിൻഡർഗാർട്ടനിലോട്ടാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഈ ഒരു ടൈമിൽ ആ കാണുന്ന ക്രിസ്മസ് ട്രീ പോലത്തെ മരത്തിന്റെ മുകളിൽ സ്നോ വീണ് കിടക്കാൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് അവന്റെ കിൻഡർഗാർട്ടന്റെ പുറത്തുള്ള പാർക്കാണ്. അവിടെ ഫുൾ സ്നോ കൊണ്ട് മൂടിയിട്ടുണ്ട്. നല്ല വെതർ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്ന് അവരെ കളിപ്പിക്കാറുണ്ട്. നമുക്ക് ഇനി അവനെ ഡ്രോപ്പ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മൾ അവൻ്റെ ഗ്രൂപ്പിൻ്റെ കോഡ് അടിക്കും, അകത്തുനിന്ന് അവർ ഡോർ അൺലോക്ക് ചെയ്യും, പിന്നെ അവൻ്റെ ക്ലോക്ക് റൂമിൽ പോയി അവൻ്റെ ജാക്കറ്റും ഷൂസും ഒക്കെ ഊരി വെച്ച് നേരെ അവൻ്റെ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്യും. എന്താ സന്തോഷം കണ്ടില്ലേ പോകുന്ന. അവനവിടെ ആക്കിയതിനു ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ സ്ഥിരം കടയിലോട്ട് പോകുന്ന റൂട്ടൊക്കെ ഒന്ന് നോക്കാനാണ്. അവിടുത്തെ ഫുട്പാത്തിൻ്റെ അവസ്ഥ എന്താണ്, വിന്റർ ബൂട്ട്സ് തന്നെ വേണോ, നോർമൽ ഷൂസ് ഇടാമോ, അങ്ങനെ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ ഫുൾ മഞ്ഞുകൊണ്ട് മൂടി കിടക്കുന്നത്, ഈ സ്കൂട്ടർ തറയും മഞ്ഞത്ത് മൂടി കിടക്കുന്നത്, പിന്നെ ഈ കാണുന്ന മിനിസിമുള്ള ലെയർ. അമ്പോ, ഇവനെയാണ് ഈ സമയത്ത് സൂക്ഷിക്കേണ്ടത്, വീണ മൂടിടിച്ച് വീഴും. അങ്ങനെ ഇതെല്ലാം കണ്ടതാ ഞങ്ങൾ ഇവിടെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. കടയുടെ ഫ്രണ്ടൊക്കെ ക്ലിയർ ആണ്. വന്ന കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ പുറത്തിറങ്ങി എനിക്ക് എപ്പോഴും ബുക്കാരോ ചിന്നുകുട്ടിയാണല്ലോ, അതുകൊണ്ട് ഈ കാണുന്നൊരു സ്നാക്കും മേടിച്ച് കഴിച്ചാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.